പോകുന്ന ഒരു കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ്. നാം ദൈവത്തിന്റെ സമ്പത്താണ്. വിശുദ്ധ ജനവും സ്വന്തം ജനവുമാണ്. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് രക്ഷിക്കപ്പെട്ടതിലൂടെ, സ്നാനപ്പെട്ടതിലൂടെ, ദൈവ മക്കളായി തീർന്നതിലൂടെ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നമ്മളെ ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക്, ജയത്തിലേക്ക് നടത്തുവാൻ ഇടയായിത്തീരും. നാം പലപ്പോഴും ജീവിക്കുന്നത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ എല്ലാവർക്കും ഇട്ട് തട്ടാവുന്ന രീതിയിൽ നമ്മൾ നിരാശപ്പെട്ട് തളർന്നു പോകാൻ, ക്ഷീണിച്ചു പോകാൻ, മടുത്തു പോകാനുള്ള സാധ്യതകൾ നമ്മൾക്കുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്ന ദൂത്, നിങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ഞങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്താണ്. ഉറക്കെ പറ, ഞങ്ങൾ പ്രത്യേക ദൈവത്തിന്റെ സമ്പത്താണ്. ദൈവജനം ദൈവത്തിന്റെ സമ്പത്താണ്. ദൈവമക്കൾ, ദൈവജനം ദൈവത്തിന്റെ സമ്പത്താണ്. ഇത് നമ്മൾ പഴയ നിയമത്തിലെ ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി പഠിക്കുന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ, പുതിയ നിയമ ഇസ്രായേലായ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കാര്യം കൂടെ ആ സമയത്ത് ചിന്തിച്ചോണം. ഇന്ന് ഇസ്രായേൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ രാഷ്ട്രമായിരിക്കുന്ന ഇസ്രായേലിനെ ദൈവം നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിലെ കാര്യങ്ങൾ കൂടെ ഈ വചനങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. ദൈവം അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, അവരോട് ദൈവം ഇടപെട്ട കാര്യങ്ങൾ അവൻ ഒരിക്കലും മാറുന്നില്ല. എന്റെ പ്രിയ ദൈവവൈദ്യരെ, പുതിയ നിയമ ഇസ്രായേലിരിക്കുന്ന നമ്മളോടും ദൈവം ഇടപെടുന്ന വാഗ്ദത്തങ്ങൾ, നിയോഗങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അത് ദൈവം വളരെ ശക്തിയുള്ളവനാണ്. നമ്മുടെ ദൈവം വളരെ ശക്തിമാനാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ് ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 19 5 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 19 അധ്യായം അതിന്റെ 5 വാക്യം, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. കണ്ടോ, അവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. എന്റെ പ്രിയരെ, നമ്മൾ പുതിയ നിയമ ഇസ്രായേലിലാണ്. എന്നാൽ പഴയ നിയമ ഇസ്രായേലിലായിരിക്കുന്ന അവരോട് പറയുകയാണ്, നിങ്ങളെ ഒരു സ്പെഷ്യൽ ജാതിയാക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ഇന്നും ഇസ്രായേലിനെ ദൈവം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ രാജ്യത്തെ ഇന്നും ദൈവം അവിടുത്തെ കരവലയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ശക്തികൾ അതിനെതിരെ എഴുന്നേറ്റിട്ട് പോലും തകർന്നു പോകാതെ ഇന്ന് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം ജനം, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സമ്പത്താണ്. പുതിയ നിയമ വിശ്വാസികളായ ഓരോരുത്തരും നമ്മൾ ദൈവത്തിന്റെ സമ്പത്താണ്. പറഞ്ഞോട്ടെ, ഞാൻ ദൈവത്തിന്റെ സമ്പത്താണ്. ഉറക്കെ പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ സമ്പത്താണ്. സങ്കീർത്തനം 135 4 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപവുമായും തിരഞ്ഞെടുത്തിരിക്കുന്നു. സങ്കീർത്തനം 135 4 വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപവുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ, ഇസ്രായേലിനെ ദൈവം നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കുന്നു, യാക്കോബിനെ തനിക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവവൈതലെ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക, ദൈവത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഒരു നിക്ഷേപമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സമ്പത്താണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സമ്പത്താണ്. മലാക്കി 3:17 വായിക്കുമ്പോൾ, മലാക്കി പുസ്തകം 3:17 വാക്യം വായിക്കുമ്പോൾ, താൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഹല്ലേലൂയ. ഒരു നിക്ഷേപമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ നിക്ഷേപമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവജനം ദൈവത്തിന്റെ സമ്പത്താണ്. നമ്മൾ ദൈവത്തിന്റെ സമ്പത്താണ്. നമ്മൾ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് എന്റെ പ്രിയരെ, നമ്മളുടെ ആവശ്യങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ സമ്പത്താണ്. പറഞ്ഞിട്ട്, ഞാൻ ദൈവത്തിന്റെ ഒരു സമ്പത്താണ്. അതുകൊണ്ട് ദൈവം എന്നെ കരുതും. ദൈവത്തിന്റെ സമ്പത്തായിരിക്കുക. ദൈവം എന്നെ സംരക്ഷിക്കും. ഞാൻ തകർന്നു പോകുവാൻ, ഞാൻ ഉടഞ്ഞു പോകുവാൻ, ഞാൻ ഇല്ലാതായി തീരുവാൻ ഞാൻ ഇടയാകത്തില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ സമ്പത്താണ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ ദൈവം ഇന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും, ഈ കൊച്ചു ജനതയെ
ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യുക്രൈൻ, റഷ്യ, ഹല്ലേലൂയ സ്തോത്രം, നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ കഴിഞ്ഞ ഒരു വർഷമായി അതികഠിനമായ യുദ്ധങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അവിടെ സംരക്ഷണത്തോടെ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, തിരുവചനം പറയുന്നത് മാറിപ്പോകുന്നില്ല. രണ്ട്, ദൈവത്തിന്റെ ജനം വിശുദ്ധമാണ്. ദൈവത്തിന്റെ ജനം വിശുദ്ധമാണ്. ആവർത്തന പുസ്തകം 14 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 14:2 വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് സ്വന്തം ജനമായിരിക്കാൻ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് സ്വന്തം ജനമായിരിക്കാൻ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. കണ്ടോ? ഭയങ്കരമാ. ദൈവം തെരഞ്ഞെടുത്ത ഒരു ജനത, ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതൽ. നിന്റെ വീട്ടില് നീ ഒറ്റയ്ക്കായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ നീ ഒറ്റയ്ക്കായിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആരും മാനസാന്തരപ്പെട്ട് കാണത്തില്ല. രക്ഷയുടെ സന്ദേശം നിന്റെ ഹൃദയത്തിനകത്തായിരിക്കാം വീണത്. ഹല്ലേലൂയ. നിനക്ക് പ്രാർത്ഥനയും ആരാധനയും ഒരു ഭയങ്കര ആവേശമാണ്. ഇത് നിന്റെ ഭവനത്തിലുള്ളവർക്ക് കാണത്തില്ല. കാരണം നീ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. നീ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. പറഞ്ഞ കരമുയർത്തി, ഞാൻ ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധ ജനമാണ്. ദൈവം എന്നെ കൂട്ടുകാരിൽ പരമായി ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 7 അധ്യായം അതിന്റെ 6 വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ആവർത്തന പുസ്തകം 7:6 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാണ്. നീ ഒരു സാധാരണക്കാരനല്ല എന്റെ പ്രിയരെ, നീ ഒരു സാധാരണക്കാരി അല്ല. നിനക്ക് ചിലപ്പോ പണം കുറവായെന്ന് വന്നേക്കാം, ചിലപ്പോ സൗന്ദര്യം കുറവായെന്ന് വന്നേക്കാം, നിനക്ക് ചിലപ്പോ വിദ്യാഭ്യാസം കുറവായെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ ആരും അംഗീകരിക്കുന്നില്ലെന്ന് വന്നേക്കാം, നിന്റെ കഴിവിനെ അംഗീകരിക്കാൻ ആരും കണ്ടില്ലെന്നേക്കാം, നിന്നെ കുറ്റപ്പെടുത്തുന്നവർ മാത്രമേ ഉള്ളെന്ന് വിചാരിച്ചേക്കാം. ഒരു കാര്യം പറയാം, നിന്റെ ദൈവത്തിന്റെ ജനമാണ്. നീ വിശുദ്ധ ജനമാണ്. ദൈവം തെരഞ്ഞെടുത്തതാണ്. നീ യേശുവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചതിലൂടെ ദൈവത്തിന്റെ ജനമായി തീർന്നിരിക്കുക. ഇസ്രായേൽ പൗരതയോട് അല്ലെങ്കിൽ അവന്റെ രക്തത്തോട് ബന്ധമില്ലെങ്കിലും നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 19:6 പറയുകയാണ്. പുറപ്പാട് 19:6 പറയുകയാണ്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേലിനോട് പറയണം. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാണ്. ദൈവജനം ദൈവത്തിന്റെ സമ്പത്താണ്. ദൈവത്തിന്റെ ജനം വിശുദ്ധ ജനമാണ്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 19:2 ലേവ്യ പുസ്തകം 19:2 പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന്റെ ജനം വിശുദ്ധ ജനമാണ്. നമ്മൾ വിശുദ്ധ ജനമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിന്റെ ജനമായിരിക്കുന്നത് കൊണ്ട് തന്നെ നാമും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അശുദ്ധിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും പാപത്തിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ തുടരുന്നുണ്ടെങ്കിൽ വിട്ടു പുറത്തു വാ. നിങ്ങളെ പിടിച്ചു വലിക്കുന്ന ഏതെങ്കിലും പാപം, ചിലപ്പോൾ കള്ളം പറയുന്ന സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ ഹല്ലേലൂയ പാപചിന്തകളായിരിക്കാം, പലപ്പോൾ ജഡചിന്തകളായിരിക്കാം, പലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളായിരിക്കാം. ഏതെങ്കിലും നിലകളിൽ നിങ്ങളെ ഇന്ന് പിടിച്ചു വലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരാനുള്ള രാത്രിയാണ്. ദൈവത്തിന്റെ ജനമായിരിക്കാൻ ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ ജനമായി വിശുദ്ധ ജനമായിരിക്കും. ഞാൻ ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോ ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വളരെ ആവേശത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആവേശത്തോടെ നിന്നെ അന്വേഷിക്കുന്നവരുണ്ട്. പ്രശ്നം കർത്താവേ എന്താ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കൊരു മാറ്റമില്ലാത്തത്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നതേ ഉള്ളല്ലോ കർത്താവ്. എന്റെ ഹൃദയത്തിൽ എനിക്ക് തന്നൊരു മറുപടി ഇതാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം,
ആരാധിക്കുന്നുണ്ടായിരിക്കാം, അവർ ദൈവത്തിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ചില കയ്പുകൾ മാറിയിട്ടില്ല. ചിലരോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് വിടുവിക്കാൻ കഴിയുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവം എന്നോട് സംസാരിക്കാനിടയായി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയരെ, ദൈവം ചില വിഷയങ്ങൾ ആവർത്തിച്ച് കരഞ്ഞിട്ടും വിടുവിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണ്? ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം. ചിലത് നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായിട്ടില്ല, ചിലത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പഠിച്ചു കളയാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾക്ക് കയ്പും വിദ്വേഷവും നിങ്ങളുടെ ഉള്ളിനകത്തിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് ചിലത് മറുപടി തരാൻ പറ്റുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും, നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും, നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേലും, ഇന്ന് രാത്രി എനിക്കൊരു ദൂത് കൈമാറാനുള്ളത്, വിശ്വസിച്ചേറ്റെടുത്താൽ ഇതിനൊരു മറുപടി ഉണ്ടെന്ന് ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറുകയാണ്. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, യേശുവിനോടുള്ള സ്നേഹത്തിന് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല. പക്ഷേ ചിലത് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ചിലത് മറക്കാൻ കഴിയുന്നില്ല, ചിലത് കയ്പായിട്ട് ഇരിക്കുക. ഇന്നും അത് ഓർത്തോണ്ടിരിക്കുകയാണ്, ഇന്ന് തികട്ടി വരികയാണ്, ഇന്നും അത് ഓർമ്മകൾ നിലനിൽക്കുകയാണ്. എന്നെ കബളിപ്പിച്ചല്ലോ, എന്നെ തോൽപ്പിച്ചല്ലോ, എന്നെ വേദനിപ്പിച്ചല്ലോ, എന്നെ തകർത്തു കളഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളുമായി ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ പുറത്തു വരണമെന്നും വിടുതലുകൾ ആസ്വദിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്ഷണിച്ചു പ്രാർത്ഥിക്ക്, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്ക്. ആ കൈപ്പിൽ നിന്ന് പുറത്തു അടുത്ത 7 ദിവസത്തിനുള്ളിൽ ചില മറുപടികൾ കാണും. നിങ്ങൾ ഇന്ന് രാത്രി ആ നിലകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ ചില മറുപടികൾ കാണും. ഇത് ആത്മാവിൽ പറയുന്ന, വെറുതെ പറയുന്നല്ല. എന്റെ പ്രാർത്ഥന റൂമിൽ എന്നോട് വളരെ ശക്തമായി സംസാരിച്ചൊരു ദൂതായത്. ഏറ്റെടുത്താൽ ഒരു വിടുതൽ ഉറപ്പായി കിട്ടും. ഹല്ലേലൂയ. 1, ദൈവജനം ദൈവത്തിന്റെ സമ്പത്താണ്. 2, ദൈവത്തിന്റെ ജനം വിശുദ്ധ ജനമാണ്. 3, ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സ്വന്തമാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രൻ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, ആദ്യജാതൻ. പുറപ്പാട് 4-ന്റെ 22-ൽ പറയുകയാണ്, ഇസ്രായേൽ എന്റെ പുത്രനാണ്, എന്റെ ആദ്യജാതനാണ്. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഹല്ലേലൂയ. സ്വന്തം ജനമെന്ന വാമൊഴി കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 18-19, ആവർത്തന പുസ്തകം 6-ന്റെ 18-19, യഹോവ അരുളിച്ചെയ്യുന്നത് പോലെ നീ അവന് സ്വന്തം ജനമായി അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നടക്കുമെന്ന് ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തം ജനമെന്ന വാമൊഴി ദൈവം പറഞ്ഞു, ഈ ജനതയോട് പറഞ്ഞു, ഇത് എന്റെ ജനമാ. സ്വന്തം ദൈവം പറഞ്ഞ ഒരു ജനമേ ഉള്ളൂ, അത് ഇസ്രായേൽ ജനമാ. ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലെങ്കിലും, ആ രക്തത്തോട് ബന്ധമില്ലെങ്കിലും, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കാൽവരിയുടെ കലക്കളത്തിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമേ, നിങ്ങൾ ദൈവത്തിന്റെ ജനം. സ്വന്തം ജനമായി ദൈവം തിരഞ്ഞെടുത്തു. ആവർത്തന പുസ്തകം 14-ന്റെ 2-ൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ആവർത്തന പുസ്തകം 14-ന്റെ 2-ൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ചുമ്മാതല്ല, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക, ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തിരിക്കുക. ഇന്നും ഇസ്രായേലിന്റെ നിലനിൽപ്പ് ആ തിരഞ്ഞെടുപ്പിന്റെ ഫലമാ. ദൈവം പറഞ്ഞിട്ട് വാക്കുമാറുന്നവനല്ല, അവൻ വാക്കുമാറാൻ മനുഷ്യനല്ല. അവൻ ഹല്ലേലൂയ ദൈവമാണ്. അവന്റെ സ്വഭാവം അവൻ ത്യജിക്കാൻ കഴിയത്തില്ല. ദൈവമൈതലേ, നിങ്ങളെ കൂട്ടങ്ങളിൽ നിന്ന്, വലിയ ഹല്ലേലൂയ സ്തോത്ര ബന്ധങ്ങളിൽ നിന്ന്, വലിയ കുടുംബങ്ങളിൽ നിന്ന്, വലിയ മണികളുള്ള പള്ളികളിൽ നിന്ന്, നിങ്ങളെ വലിയ സാഹചര്യങ്ങളിൽ നിന്ന് വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വഴിയിലിടുന്ന ദൈവമല്ല. അവൻ ഹല്ലേലൂയ സ്വന്തം ജനമായി നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിന്നെ നടത്താൻ, നിന്നെ പരിപാലിക്കാൻ എന്റെ ദൈവം
അടകലഘടക ശബ്ദരാധികരപടക ശകൽ കൗട. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവത്തിന്റെ സ്വന്തമാണ്. എബി ദൈവത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ബെന്നി കുരുവിള ദൈവത്തിന്റെ സ്വന്തമാണ്. അനിൽ ജോഷുവ ദൈവത്തിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. രജനി അനിൽ ദൈവത്തിന്റെ സ്വന്തമാണ്. അനി ബെന്നി ദൈവത്തിന്റെ സ്വന്തമാണ്. സിന്ധു എബി തോമസ് ദൈവത്തിന്റെ സ്വന്തമാണ്. ചച്ചു വാഷ്മി ദൈവത്തിന്റെ സ്വന്തമാണ്. സുമി ടോവിൻ ദൈവത്തിന്റെ സ്വന്തമാണ്. ലൈസമ ദൈവത്തിന്റെ സ്വന്തമാണ്. ജാൻസി സാബു ദൈവത്തിന്റെ സ്വന്തമാണ്. പറഞ്ഞേ, ഞാൻ ദൈവത്തിന്റെ സ്വന്തം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവം സ്നേഹിക്കുന്ന ജനമാണ് നമ്മൾ. ദൈവം സ്നേഹിക്കുന്ന ജനമാണ്. ദൈവം സ്നേഹിക്കുന്ന ജനമാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. യഹോവ നിങ്ങളെ സ്നേഹിക്കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാർ സത്യം ചെയ്ത് പാലിക്കൊണ്ടും അത്രേ. കേട്ടോ, യഹോവ നിങ്ങളെ സ്നേഹിക്കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തത് പാലിക്കൊണ്ടും അത്രേ. കേട്ടോ, ദൈവം ഒരു നിയമം ചെയ്താൽ, ദൈവം ഹല്ലേലൂയ മനുഷ്യനുമായി ഉടമ്പടി ചെയ്താൽ, മനുഷ്യനൊരു വാഗ്ദത്തം കൊടുത്താൽ, അവൻ ഹല്ലേലൂയ സ്തോത്രം, അവൻ നമ്മളെ സ്നേഹിക്കും. നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് പാലിക്കും. ഹല്ലേലൂയ. നമ്മളെ പോലെ ഇന്ന് പറഞ്ഞിട്ട് നാളെ മാറിപ്പോകുന്നവരല്ല. ഇന്ന് ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്തിട്ട് മാറിപ്പോകുന്നവരല്ല. ഇന്ന് സ്നേഹം കാണിച്ചിട്ട് നാളെ പുറംകാല് കൊണ്ട് തള്ളുന്നവനല്ല. ഹല്ലേലൂയ. അവൻ എന്നും സ്നേഹിക്കുന്ന ദൈവമാകിയാൽ, അവൻ സ്നേഹത്തിന്റെ ദൈവമാകിയാൽ ഒന്ന് കരമുയർത്തി ആത്മാവിലെ കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? ഒന്ന് കരങ്ങൾ വീശി, ഇന്ന് രാത്രി ദൈവം സ്നേഹിക്കുന്ന ജനമാണ് ഞങ്ങൾ എന്ന് കരം വീശി, ആ കരം ദൈവം കാണട്ടെ. ആ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ആ യേശുവിനെ ഒന്ന് ആ കരങ്ങൾ വീശി ഒന്ന് ആരാധിച്ചു. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 23-5 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു. നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി. എന്റെ പ്രിയലേ, എത്ര ശാപം ആര് ശപിച്ചാലും, അമ്മായിയമ്മ ശപിച്ചാലും, അമ്മായിയമ്മ ശപിച്ചാലും, വീട്ടുകാര് ശപിച്ചാലും, നാട്ടുകാര് ശപിച്ചാലും, അയൽവക്കക്കാര് ശപിച്ചാലും നിന്നെ ഏക്കത്തില്ല. കാരണം നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിന്നെ യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു ശാപം നിന്നെ തുറക്കില്ല. നിന്നെ ശാപിക്കുന്നവരുണ്ട്, അവന് ശാപിക്കുന്ന ചുമ്മാതാണ്. കാരണം നിന്റെ ദൈവം, നിന്റെ കർത്താവ്, നിന്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ശാപവാക്കുകൾ ഇന്ന് രാത്രി ആത്മാവിൽ പൊട്ടിക്കുകയാണ്. കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ല. ഇന്ന് രാത്രി നിനക്കെതിരെ ഉണ്ടാക്കുന്ന ശാപത്തിന്റെ വാക്കുകളെ ചൊല്ലുന്നതിനെ ബ്രേക്ക് ചെയ്തു. ശപിക്കുന്നവരുടെ മുമ്പിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ശപിക്കുന്നവരുടെ മുമ്പിൽ നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ശപിക്കുന്നവരുടെ മുമ്പിൽ നീ ഒരു ആനന്ദമായി മാറാൻ പോകുകയാണ്. ശപിക്കുന്നവരുടെ മുൻപിൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. ശപിക്കുന്നവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടാൻ പോകുകയാണ്. മാനിക്കപ്പെടാൻ പോകുക, മാനിക്കപ്പെടാൻ പോകുക. ശപിക്കുന്നവരുടെ മുമ്പിൽ നീ മാനിക്കപ്പെടാൻ പോകുക. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 10:9 നമ്മൾ വായിക്കുമ്പോ, യഹോവ ഇസ്രായേലിനെ എന്നേക്ക് സ്നേഹിക്കൊണ്ട് നീതിയും ന്യായവും നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കിയിരിക്കുന്നു. കണ്ടോ, ദൈവം സ്നേഹിച്ചാൽ ഇന്ന് രാത്രി ആര് സ്നേഹിക്കണ്ട? ഭർത്താവ് സ്നേഹിക്കുന്നില്ലെന്ന് പരാതി വേണ്ട, ഭാര്യ സ്നേഹിക്കുന്നില്ലെന്ന് പരാതി വേണ്ട, മക്കൾ സ്നേഹിക്കുന്നില്ലെന്ന് പരാതി വേണ്ട, ഇന്ന സോയാൻസോ ഞങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് പരാതി വേണ്ട. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹലോ, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? യഹോവ ഇസ്രായേലിനെ എന്നേക്ക് സ്നേഹിക്കുകൊണ്ട് നീതി ന്യായം നടത്തേണ്ടതിന് നിന്നെ രാജാവാക്കും. നിന്നെ യേശു സ്നേഹിക്കുന്നെങ്കിൽ, ആരും സ്നേഹിച്ചില്ലെങ്കിലും നിന്നെ രാജകീയ അഭിഷേകത്തോടെ, രാജകീയ നിയോഗത്തോടെ ദൈവം നിന്നെ നിർത്താൻ ശക്തനാണ്. ആമേൻ പറഞ്ഞു. ആമേൻ പറഞ്ഞു. നിങ്ങൾ സാധാരണക്കാരല്ല എന്റെ പ്രിയ, ഞാനും സാധാരണക്കാരനല്ല. നിങ്ങൾ സാധാരണ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവത്തിന്റെ സമ്പത്താണ്, ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം സ്വന്തമാണ്, ദൈവത്തിന്റെ വിശുദ്ധ ജനമാണ്, ദൈവം സ്നേഹിക്കുന്ന ജനമാണ്. ഹലോ, ദൈവത്തിന്റെ അവകാശമായ ജനമാണ്.
5 ദൈവത്തിന്റെ അവകാശമായ ജനം. സങ്കീർത്തനം 74:2 വായിക്കുമ്പോ, നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. ദൈവത്തിന്റെ അവകാശമായ ജനമാണ്. നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെ ഓർക്കണമേ. സങ്കീർത്തനം 33:12, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. നമ്മള് ഭാഗ്യമുള്ളതവാ. ലോട്ടറി അടിക്കുന്നവരല്ല ഭാഗ്യമുള്ളത്, വലിയ കൊട്ടാരം വെച്ചവരല്ല ഭാഗ്യമുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, 6 അക്ക ശമ്പളമുള്ളവരല്ല ഭാഗ്യമുള്ളത്. സുന്ദരിയായ ഭാര്യയെ കിട്ടുന്നവനല്ല ഭാഗ്യമുള്ളത്. സുന്ദരനായ ഭർത്താവിനെ കിട്ടുന്നവനല്ല ഭാഗ്യമുള്ളത്. സുന്ദരിയായ മക്കളെ കിട്ടുന്നവനല്ല ഭാഗ്യമുള്ളത്. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും. ഈ ലോകത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് 6 അക്ക ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാ. 2 നില വീടുണ്ടെങ്കിൽ ഒരു ഭാഗ്യമാ. നല്ലൊരു കാർ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാ. അല്ല, ചുണക്കുട്ടന്മാരായ വെളുത്തൂർത്ത മക്കളുണ്ടെങ്കിൽ ഒരു ഭാഗ്യമാ. സുന്ദരിയായ ഭാര്യയെ കിട്ടിയതൊരു ഭാഗ്യമാ. സുന്ദരനായ ഭർത്താവിനെ കിട്ടിയതൊരു ഭാഗ്യമാ. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗന്ദര്യം ഇരിക്കുന്നത് ഹൃദയത്തിനകത്താണ്, മനസ്സിനകത്താണ്. സൗന്ദര്യം വെച്ചോണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ജീവിക്കാൻ കഴിയാത്ത, സമാധാനമില്ലാത്തൊരു ജീവിതം നയിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് സൗന്ദര്യവും ആന്തരിക സൗഖ്യമുള്ളവരുമായി, സൗന്ദര്യമുള്ളവരുമായി ജീവിക്കുന്നത്. എത്ര സ്വസ്ഥതയുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയരെ, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. ആവർത്തന പുസ്തകം 4:20, നിങ്ങളെയോ ഇന്നുള്ളതുപോലെ എനിക്ക് അവകാശമായിരിക്കേണ്ടതിന് യഹോവ തെരഞ്ഞെടുത്തു. ദൈവത്തിന് അവകാശമായിരിക്കേണ്ടതിന് വേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്ത എന്റെ പ്രിയരെ, ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തു. കലകൊണ്ട് കരം വെച്ച് പറ, ദൈവം എന്നെ തെരഞ്ഞെടുത്തു. പറ, ഐ സെലക്ടഡ്, ഞാൻ തെരഞ്ഞെടുത്തു. ഐ ചൂസഡ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. എത്ര വിശ്വസിക്കുന്നു? ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാ, ദൈവത്താൽ തെരഞ്ഞു. നിങ്ങൾ സാധാരണക്കാരല്ല. പറ, ഞാൻ സാധാരണ ഒരു മനുഷ്യരല്ല. അസാധാരണമായ അഭിഷേകം വസിക്കുന്ന, അസാധാരണമായ ദൈവസ്നേഹം വഹിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് ഉറക്ക പറ. നമുക്ക് ഒത്തിരി നിരാശയുണ്ട്, ഒത്തിരി ദുഃഖമുണ്ട്, കൈയും കാലും വേദന എടുക്കുന്നതായിരിക്കാം. അയ്യോ, നമ്മുടെ മക്കൾക്ക് ഒരു അത്ഭുതം നടന്നില്ലെന്നിരിക്കാം, നമ്മുടെ വീട്ടിനകത്തൊരു സ്വസ്ഥത ഉണ്ടാകുന്നില്ലെന്നിരിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്കൊന്നും ഒരു മറുപടി, ഒരു റബ്ബർ ബോൾ എറിഞ്ഞതുപോലെ തിരിച്ചു വരുന്നത് പോലെ തോന്നി എന്നിരിക്കാം. നിങ്ങൾ സാധാരണക്കാരല്ല. അപ്പൻ നിങ്ങളെ കൈവിടത്തില്ല എന്റെ പ്രിയരെ, അവൻ ഉപേക്ഷിക്കത്തില്ല. നമ്മൾ അസാധാരണ മനുഷ്യരാ. ഇന്ന് രാത്രി ഒരു ദൈവശക്തി നിങ്ങളെ റിലീസാക്കുകയാണ്. ദൈവം വീണ്ടെടുത്ത ജനമാണ്. ദൈവം വീണ്ടെടുത്ത ജനമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 1:10 വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും ജനമല്ലോ. മഹാശക്തി കൊണ്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. യെശയ്യാവ് 43:1, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. വീണ്ടും നോക്കുമ്പോൾ, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് ഇസ്രായേലിൽ തന്നെത്താൻ മഹത്വപ്പെടുത്തും. നമ്മളെ വീണ്ടും കൊണ്ടുവന്നത് നമ്മളെ തകർത്ത് കളയാനല്ല, ദേശത്തിന്റെ മുമ്പിൽ, രാജ്യങ്ങളുടെ മുമ്പിൽ, നിന്ദിക്കപ്പെട്ട മേഖലകളിൽ ദൈവം നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം കഴിഞ്ഞ വർഷം നമുക്ക് തന്ന ദൂത് നമ്മളെ മഹത്വീകരിക്കും. ദൈവം ഈ 10ാം മാസം 31 കഴിയുക, 10 മാസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ എനിക്ക് പറയാനുണ്ട്, ദൈവം എന്നെ മഹത്വീകരിച്ച ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറയാനുണ്ടോ എന്റെ പ്രിയരെ? ദൈവം മഹത്വീകരിച്ച ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉള്ളവരൊന്ന് കരമുയർത്തി, ദൈവം എന്നെ മഹത്വീകരിച്ചിട്ടേ ഉള്ളൂ, ദൈവം എന്നെ മഹത്വീകരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയാൻ കഴിയുന്നവർ ഒന്ന് കരമുയർത്തി. ദൈവനാമം വിളിക്കപ്പെട്ട ജനമാണ്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ, കണ്ടോ,
വിളിക്കപ്പെട്ട ജനമാണ്, ഭാഗ്യമുള്ള ജനമാണ്. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തെളിക്കുന്ന ജനവും ഭാഗ്യമുള്ളവരാണ്. ഇത് തനിച്ചു പാർക്കുന്ന ജനമാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കുന്നത്. എല്ലാവരോടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല എന്റെ പ്രിയരെ. ഒരു അഭിഷേകം വഹിക്കുന്നവന്, ദൈവസാന്നിധ്യം വഹിക്കുന്നവന് എല്ലാവരോടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ പ്രത്യേകതയാ. എല്ലാവരോടും ഒന്നും മിങ്കിൾ ചെയ്യാൻ കഴിയാത്തത്, എല്ലാ കൂട്ടങ്ങളിലൊന്നും ചിരിക്കാൻ പറ്റാത്തത്, എല്ലാ കൂട്ടങ്ങളോടൊന്നും യോജിച്ചു പോകാൻ പറ്റാത്തത്, നമ്മളെ രക്ഷിക്കപ്പെട്ട ശേഷം, സ്നാനപ്പെട്ട ശേഷം അവർ നമ്മുടെ കൂടെ ഒന്നും ഹല്ലേലൂയ സ്വത്രം, അവരൊക്കെ വലിയ ആളായി പോയി, ഹല്ലേലൂയ സ്വത്രം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ മേൽ വസിക്കുന്ന അഭിഷേകത്തിന്, നമ്മുടെ മേൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് ഹല്ലേലൂയ തീറ്റ കൂട്ടുകെട്ടുകളുമായി, പല കൂട്ടുകെട്ടുകളുമായി, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളുമായി, ദൈവഹിതമല്ലാത്ത ആചാരങ്ങളുമായി, ദൈവഹിതമല്ലാത്ത തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതില്ല. ഈ അഭിഷേകം കുറയുമ്പോഴാണ്, ദൈവകൃപ കുറയുമ്പോഴാണ് ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോകുന്നത്. ഇന്ന് ഹാലോവിൻ നടക്കുകയാണ്. അമേരിക്കയിൽ ഹാലോവിൻ നടക്കുക. അവിടുത്തെ പിശാചിന്റെ ഉത്സവമാണ്. ഇരുട്ടിന്റെ, ഡാർക്ക്നെസിന്റെ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ വിശ്വാസികൾ പോലും കുഞ്ഞുങ്ങളെ അതിനൊക്കെ അയക്കുന്ന രംഗമുണ്ട്. കാരണം അഭിഷേകം കുറഞ്ഞുപോയി, ദൈവം ആരാന്നറിയാത്തൊരവസ്ഥയിലേക്ക് പോയി, ദൈവ സാന്നിധ്യത്തെ കുറഞ്ഞുപോയി. അഭിഷേകം വസിക്കുന്നവന്, പ്രാർത്ഥിക്കുന്നവന്, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവന് ഹല്ലേലൂയ ചിലതിനോട് യോജിച്ചു പോകുവാൻ കഴിയില്ല. തനിച്ചു പാർക്കുന്ന ജനം, അവൻ മേയ്ക്കുന്ന ആടുകൾ, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളാണ്. നമ്മൾ നാഥനില്ലാത്തവരല്ല എന്റെ പ്രിയരെ. അവൻ മേയ്ക്കുന്ന, ദൈവമാണ് മേയ്ക്കുന്നത്, മനുഷ്യരല്ല. അവൻ മേയ്ക്കുന്ന, അവൻ നടത്തുന്ന, അവൻ പരിപാലിക്കുന്ന ആടുകളാണ് നമ്മൾ സാധാരണക്കാരല്ല. എല്ലാരും പറഞ്ഞിട്ട് ഞങ്ങൾ സാധാരണക്കാരല്ല, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി വലുതാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് എല്ലാ പൈശാചിക മേഖലകളെയും ജയിക്കുവാൻ ഞങ്ങളുടെ മേൽ ഒരു ശക്തിയുണ്ട്. ദൈവം ഞങ്ങളുടെ മേൽ കൃപ തന്നിരിക്കുന്നു. ഞങ്ങൾ തോറ്റുപോകുകയില്ല. ഞങ്ങൾ ജയാളികളാണ്. ഞങ്ങൾ ദൈവത്തിൽ ജനിച്ചവരാണ്. ഞങ്ങൾ പാപത്തിന് കീഴ്പ്പെടുകയില്ല. ഞങ്ങൾ രോഗത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. പ്രശ്നങ്ങൾക്ക് ഞങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞ് ഇന്ന് രാത്രി സ്തുതിച്ചാട്ടെ. എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.